നമുക്കിന്ന് സരസ്വതി പൂജ കാണാം. ഈ നവരാത്രി കാലത്ത് സരസ്വതി പൂജ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലേ. അഗ്രഹാരങ്ങളിലാണെങ്കിൽ ബൊമ്മക്കുലു ഒരുക്കുക, അതൊക്കെ തന്നെയാണ് അവിടുത്തെ സന്തോഷം. ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ സരസ്വതി പൂജയാണ്. ഇവിടെ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഗണപതി ഭഗവാനുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ നവരാത്രി കാലത്ത് ആകുമ്പം കുട്ടികളെല്ലാം പൂർണ്ണ വ്രതത്തിലായിരിക്കും. നോൺ വെജ് എല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച നല്ല രീതിയിലുള്ള വ്രതമായിരിക്കും. അപ്പം ഈ സരസ്വതി പൂജയും കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫലപ്രാപ്തിയായി. ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ തന്നെ അവരേറ്റു പറഞ്ഞു ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഇത്രയും ദിവസം അവർ സ്കൂളിൽ പോയിട്ടുള്ള ആ ഒരു ക്ഷീണമെല്ലാം മാറി അവരിപ്പോൾ നല്ല ഊർജ്ജസ്വലരായിട്ട് ആ മന്ത്രങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സർവൈശ്വര്യ പൂജ അഥവാ വിളക്ക് പൂജയെന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അതും ഇവിടെ എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നിറമാല മഹോത്സവം, ഉത്സവം, പ്രതിഷ്ഠാദിനം ഒക്കെ ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ ശരിക്കും ഇവിടെ നല്ല ശബ്ദമുഖരിതമായ, മന്ത്രമുഖരിതമായ, ഭക്തി നിർഭരമായ ഒരന്തരീക്ഷം. എല്ലാവരും ഭഗവാനെ കൺകുളിർക്കെ കണ്ടോളൂ.